ഈ വാക്ക് ഇൻ വാർഡ്രോബും റിസോർട്ട് സ്റ്റൈൽ വാഷ്റൂമും വളരെ അപ്പീലിംഗ് ആയിരുന്നു ഈ പ്രോജക്റ്റിന്റെ ഒരു സ്കെയിലിൽ. ഇത് റൂമല്ല, സ്റ്റെയർ കേസിനടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൺവേർട്ട് ചെയ്തിരിക്കുന്ന. ഇന്നത്തെ ലിസ്റ്റിംഗ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന എനിക്ക് സ്ഥിരമായി വരുന്ന റിക്വയർമെന്റ് ആണ് നിയറിംഗ് പൊസഷൻ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല വിത്ത് ഗ്രേറ്റ് ആക്സസ് ടുവേർഡ്സ് സിറ്റി ആൻഡ് നിയർ മെട്രോ സ്റ്റേഷൻ ആൻഡ് മേജർ ഹോസ്പിറ്റൽസ്. ഇന്ന് ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ആക്ച്വലി ചൂണ്ടി ആലുവ സൈഡിലുള്ള ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റാണ്. ഇതൊരു 4.75 ഏക്കറിൽ ഏകദേശം 54 വില്ലാസ് ആണ് ഇൻ ടോട്ടൽ ഉള്ളത്. ഓൾമോസ്റ്റ് 70% പ്രോജക്റ്റ് സോൾഡ് ഔട്ട് ആണ്. നമുക്ക് വളരെ കുറച്ച് യൂണിറ്റ്സേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ സൈഡിൽ നിന്നാണ്. സോ ആഫ്റ്റർ മീറ്റിംഗ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ മാപ്പ് ഇടുമ്പോൾ എനിക്ക് കാണിച്ചത് പുക്കാട്ടുപടി റൂട്ടാണ്. സോ ഇരുമ്പനം വഴി പുക്കാട്ടുപടി റിഫൈനറി വഴിയാണ് ഞാൻ ഈ റോഡ് ഇത് എടുത്തത്. ജനറലി മാപ്പ് കാണിക്കുന്നത് ആലുവ എറണാകുളം സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇത് കാരണം പക്ഷെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു പോർഷനും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പുക്കാട്ടുപടി ഡ്രൈവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, വളരെ പീസ്ഫുൾ, അധികം ട്രാഫിക് ഇല്ലാത്ത റോഡാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു റോഡ് തന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്കും ബെറ്റർ കണക്ഷൻ ഉണ്ട്. ആൻഡ് പ്രോജക്റ്റ് എത്തുന്നതിന് മുമ്പ് ഇതുവരെ എനിക്കൊരു ചെറിയ ഷോർട്ട് ആൻഡ് റോഡ് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ എൻട്രൻസ് റോഡ് ആണെങ്കിലും പ്രോജക്റ്റിൻ്റെ ഫ്രണ്ടിലെത്തിയാലും ബസ് റൂട്ടാണ് ടോട്ടലി. പ്രോജക്റ്റ് എത്തിയ പിന്നെ ഞാൻ ഫസ്റ്റ് കയറിയത് ഒരു എലിവേറ്റഡ് ടെറസിൽ ഒരു എലിവേറ്റഡ് വ്യൂ ആണ് നോക്കിയത്. കാരണം ഓൾമോസ്റ്റ് 80% പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇതിൻ്റെ ഇന്റേണൽ റോഡ്സ് വളരെ അട്രാക്റ്റീവ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ഫിനിഷ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്കെയില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം 8 മീറ്റർ 5.5 മീറ്റർ ഇന്റേണൽ, വില്ലയുടെ ബിറ്റ്വീൻ 5.5ഉം മറ്റത് 8 മീറ്റർ ഒക്കെയാണ്. ഇനി ഈ സാമ്പിൾ ഫ്ലാറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആക്ച്വലി ഇതൊരു 2950 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 3 ബെഡ് ആണ്. ഇതിൽ ഇവർ ചെയ്തിരിക്കുന്ന കസ്റ്റമൈസേഷനും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി നമുക്കൊരു ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ആൻഡ് ഓപ്പൺ കിച്ചണും ക്ലോസ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു തീമിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. അടിയിൽ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ സ്പേസ് എല്ലാ റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൺ സ്പേസ് പറയുകയാണെങ്കിൽ ഇതാണ് കംപ്ലീറ്റ് കിച്ചൺ ഏരിയ വരുന്നത്. നമുക്കൊരു സ്റ്റോർ ഏരിയ ഉണ്ട് കിച്ചൺ സൈഡിൽ തന്നെ. ഇപ്പോൾ ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഡോറ് നമുക്ക് ക്ലോസ് ചെയ്ത് പോയാലും സെർവൻ്റ് ഏരിയ അവർക്കും ഒരു അവരുടെ ബേസിക് വർക്ക്, വീട്ടിലേക്കുള്ള എല്ലാ വർക്ക് ചെയ്യാനുള്ള സ്പേസും വർക്ക് ഏരിയയും അവരുടെ കിച്ചൺ പ്രൊവിഷനും അവരുടെ റൂമും, ഇത് 3ഉം ഈ പോർഷനിൽ വരും. സോ സെർവൻ്റ് ഉള്ളിലേക്ക് ആക്സസ് കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നമുക്ക് ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് പോയാൽ അവർക്ക് പുറത്തുനിന്ന് കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അവരുടെ എല്ലാ വർക്കും അവർക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള ഇതുമുണ്ട്. ആൻഡ് ഇവിടെ നിന്നൊരു ഈ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. കാരണം ഫുൾ ഓപ്പൺ കിച്ചൺ അല്ല, ഒരു സെർവിങ് ഏരിയ വൈസാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് തോന്നും മാസ്റ്റർ ബെഡ്റൂം ആണ്, പക്ഷെ ഇത് മാസ്റ്റർ അല്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂമാണ് അടിയിൽ വന്നിരിക്കുന്നത്. ആൻഡ് അറ്റാച്ച് വാഷ്റൂം. അവർ യൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റിങ്സ് എല്ലാം കോയിലറാണ്. ഐ തിങ്ക് പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഇവർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കംപ്ലീറ്റ്ലി മനസ്സിലാവും. ഇതൊരു വലിയ അട്രാക്റ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ആ സ്റ്റെയർസിന് അടിയിലുള്ള സ്പേസ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തത്. അത് ശരിക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വില്ലയിലേക്ക് പല ആൾക്കാരും ഡിസൈഡ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ സ്റ്റോറേജ് ആണ്. കാരണം അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോറേജ് ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ട്. വില്ലയിൽ ഇവർ സ്റ്റോറേജ് പ്രൊവിഷൻസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം സാധനങ്ങളുള്ള ഒരാൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം വീട് മെസ്സാവാതെ നമുക്ക് സ്റ്റോറേജ് സ്പേസസ് കിട്ടും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം മനസ്സിലാക്കാം, ഇപ്പോഴത്തെ മിക്ക വില്ല കോൺസെപ്റ്റിലും ഈ TV എന്നുള്ളത് ഗ്രൗണ്ടിലല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ മുകളിലത്തെ സ്പേസിലേക്ക് മാറി. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ലിവിങ് സ്പേസ് ഫസ്റ്റ് ഫ്ലോറിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അടിയിലും ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ സ്പേസ് ആയിട്ട്. നമുക്ക് നമ്മുടെ ഇത് വൺ ഓഫ് ദ ബെഡ്റൂം, ഇതിനുള്ളിലും ഓൾമോസ്റ്റ് ആ ഒരു താഴത്തെ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സിമിലർ ലേ ഔട്ട്, സിമിലർ കോൺസെപ്റ്റിൽ തന്നെ ഇവർ ഫസ്റ്റ് ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് പിന്നെ നമുക്ക് കയറാവുന്നത് സെക്കൻഡ് തേർഡ് ബെഡ്റൂമിലേക്കാണ്. ആൻഡ് തേർഡ് ബെഡ്റൂമിൽ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഉള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ വീഡിയോയിൽ കാണുന്നതിലും അധികം സ്പേസ് ഇതിൽ നമുക്ക് ഉണ്ട് ആസ് എ റൂം. ആൻഡ് ഇതിൽ നമുക്കൊരു അറ്റാച്ച് ബാൽക്കണി ഉണ്ട്.
ആൻഡ് ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് വാക്കിംഗ് വാർഡ്രോബ്. ഇത് മിക്ക വില്ലാസിലും ഞാൻ മിസ്സിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വളരെ ഓപ്പണും സ്പേഷ്യസും ആയിട്ടുള്ളൊരു വാക്കിംഗ് വാർഡ്രോബ് ആൻഡ് എ സ്പേഷ്യസ് വാഷ്റൂം ഓൺ ദി മാസ്റ്റർ ബെഡ്റൂം. അത് വളരെ യുണീക്ക് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം അത് വളരെ പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ ആക്ച്വലി. ഇത് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ വരുന്നത് ടെറസാണ്. ഈ ടെറസ് ഏരിയയിൽ നമുക്ക് 2 സൈഡും അത്യാവശ്യം നല്ല സ്പേസിൽ 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ടെറസാണ് ഇവിടെ വരുന്നത്. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ ഒരു ബാർബിക്യൂ ഏരിയ ആയിട്ട് കവർ ചെയ്യാനോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം വിതൗട്ട് ഡിസ്റ്റർബിങ് ദ എലിവേഷൻ. വി ക്യാൻ ഡു ദാറ്റ്. ആ ഒരു പ്രൊവിഷനും ഇവിടെ ഉണ്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ 2 സൈഡും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ നമുക്ക് പ്രൈവറ്റ് ഏരിയ കിട്ടുന്നത്. അനദർ യുണീക് തിങ് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദ പാർക്കിംഗ് സ്പേസ്. നമുക്കൊരു 2 ഇനോവ ഈസിലി കയറാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ പാർക്കിങ്ങിൽ അവൈലബിൾ ആണ്. വർക്ക് ഫുൾ സ്വിങ്ങിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി മഴ കാരണമുള്ള ചില ഡിലേ ഉണ്ട്. പക്ഷേ ഡിസംബർ ഫെബോട് കൂടി ഫിനിഷിംഗ് ആണ് അവർ കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ 5 സെൻറ്റ് മുതൽ ഒരു 9 സെൻറ്റ് വരെയുള്ള പ്ലോട്ട്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആണ്. ഈ പറയുന്ന സൈസിൽ നമുക്കൊരു 2600 സ്ക്വയർ ഫീറ്റ് അപ് ടു 4500 രീതിയിൽ നമുക്ക് ചെയ്യാം. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ അവർ പ്രൈവറ്റ് ലിഫ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് കസ്റ്റമൈസബിൾ പൂള് ബിൽഡിങ്ങിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് വരുമ്പോൾ ഒരു 1.7 crores റേഞ്ചിലായിരിക്കും വരുന്നത്. ഇനി അമ്യൂണിറ്റീസിൻ്റെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ 14,000 സ്ക്വയർ ഫീറ്റ് ക്ലബ് ഹൗസ് വിത്ത് ലോഡഡ് അമ്യൂണിറ്റീസ്. പൂളാണെങ്കിലും ഔട്ട്ഡോർ ഗെയിംസ് ആണെങ്കിലും ഇൻഡോർ ഫെസിലിറ്റീസ് ആണെങ്കിലും വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ്. സോ പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ സിമിലർ ഓപ്ഷൻ ഡു റീച്ച് ഔട്ട് ഇൻ ദിസ് നമ്പർ. ലെറ്റ്സ് ഡിസ്കസ് ആൻഡ് സീ whether this is fitting in your requirement.